Hello everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിന്റെ 6th വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുൻപ് ഞാൻ 5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ബൈ സ്നേഹ എന്നുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സീരീസിൽ നമ്മൾ ചെയ്ത എല്ലാ വീഡിയോസും ഓർഡർ വൈസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസിലേക്ക് മാറ്റാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഡിഡ്ന്റ്, ഡോണ്ട്, ഡസന്റ് ഈ 3 വാക്കുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സസ് കേൾക്കുന്നവർക്കറിയാം നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൽ. പക്ഷെ എനിക്ക് ഒന്നുകൂടി ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കറക്റ്റ് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ കറക്റ്റ് ആൻസേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആൻസേഴ്സ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് അപ്പം തന്നെ തീർക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ആ കൺഫ്യൂഷനൊക്കെ തീർക്കാം. ഇനി ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് പഠിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ പറഞ്ഞു തരാൻ പറ്റുന്നോ അങ്ങനെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, റോണി ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് എനിക്ക് പറയണം. ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? അപ്പോൾ ഒരു സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആരാണ് ഇവിടെ പ്രവൃത്തി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത് അത് നമ്മൾ ആദ്യം എഴുതണം. അതായത് സബ്ജക്റ്റ് എഴുതണം. അപ്പം നമ്മൾ ഇപ്പം പറഞ്ഞത് റോണിയെ കുറിച്ചാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ റോണി എന്ന് എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത് വേർബാണ്. വേർബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെന്റൻസിലെ പ്രവൃത്തിയാണ് നമ്മൾ എഴുതേണ്ടത്. ജോലി ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? വർക്ക് എന്നാണ്. ഇവിടെ പക്ഷെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? വർക്ക്സ് എന്നാണ്. ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ഓർക്കൂട്ടോ. അപ്പോൾ റോണി വർക്ക്സ്. ഇനി നമ്മൾ എന്ത് എഴുതേണ്ടത്? ബാങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ റോണി വർക്ക്സ് ഇൻ എ ബാങ്ക്. ബാങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ എ ബാങ്ക് എന്ന് പറയണം. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? റോണി വർക്ക്സ് ഇൻ എ ബാങ്ക്. അപ്പൊ ഞാൻ എന്താ ഇവിടെ അർത്ഥം പറഞ്ഞത്? റോണി ബാങ്കിൽ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ റോണി ബാങ്കിൽ ജോലി ചെയ്യാറുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. റോണി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്, ഒരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വേർബിന് ഒരു എസ് ആഡ് ചെയ്തു. വർക്ക് എന്നുള്ള ഒരു വേർബിന് നമ്മൾ എസ് ആഡ് ചെയ്തു. അത് മനസ്സിലായില്ലേ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ടീന സ്കൂളിൽ പോകാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ നമ്മൾ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ടീനയെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ടീന എന്ന് എഴുതും. പോകാറുണ്ട് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമുക്ക് പോകുന്നു എന്നും നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ അത് എഴുതാ? അപ്പോൾ പോവുക എന്ന് പറയാൻ ഇംഗ്ലീഷിൽ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? ഗോ എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഗോസ് എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ ടീന എഴുതി, പിന്നെ ഗോസ് എന്ന് എഴുതി. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? സ്കൂളിലേക്ക് എന്നാണ് പറഞ്ഞത്. നമ്മൾ എങ്ങനെ പറയും? ടു സ്കൂൾ. അപ്പൊ എന്തായി സെന്റൻസ്? ടീന ഗോസ് ടു സ്കൂൾ എന്നായി. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്? ടീന സിംഗുലർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേർബിന് ഇവിടെ എന്ത് എഴുതിയത്? ഇ എസ് ആഡ് ചെയ്തു. അപ്പൊ സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണമെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് പറയണം, ഭൂമി സൂര്യന് ചുറ്റും വലയം ചെയ്യുന്നു. അപ്പൊ നമ്മളിപ്പോ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഭൂമിയെ കുറിച്ചാണ്. അപ്പൊ അത് ആദ്യം എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാ? ദി എർത്ത് വലയം ചെയ്യുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? റിവോൾവ് എന്നാണ്. അപ്പോൾ ദി എർത്ത് ഇവിടെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? റിവോൾവ് എന്നാണോ? അല്ല, റിവോൾവ്സ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ദി എർത്ത് റിവോൾവ്സ്. ഇനി എന്താ നമുക്ക് എഴുതാനുള്ളത്? സൂര്യന് ചുറ്റും എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അറൗണ്ട് ദ സൺ എന്ന് പറയും. അറൗണ്ട് എന്ന് പറഞ്ഞാൽ ചുറ്റും. എന്തിനു ചുറ്റും? സണ്ണിന് ചുറ്റും. ഓക്കെ, അപ്പോൾ എന്തായി നമ്മുടെ സെന്റൻസ്? ദി എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഇനി നമുക്ക് കുറച്ചധികം പേരെ കുറിച്ച് പറയണമെങ്കിലോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും പഠിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? നമ്മൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? അപ്പോൾ ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വി എന്ന് എഴുതാം. ഇനി ഇവിടുത്തെ വേർബ് എന്താണ്? പഠിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ വി സ്റ്റഡി എന്ന് എഴുതാം. വി സ്റ്റഡി എങ്ങനെയാണ് പഠിക്കാറുള്ളത്? ഒരുമിച്ചാണ്. അപ്പോൾ വി സ്റ്റഡി ടുഗെദർ
എല്ലാ ദിവസവും എന്നാണ് പറഞ്ഞത്. എവ്രി ഡേ എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? വി സ്റ്റഡി ടുഗെദർ എവ്രി ഡേ എന്ന് പറയും. മനസ്സിലായോ? ഇനി വേറൊരു എക്സാമ്പിൾ വി വെച്ച് തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഞങ്ങൾ പാർക്കിൽ എല്ലാ ഞായറാഴ്ചകളിൽ സന്ദർശിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഞങ്ങളെ കുറിച്ചാണ്. അപ്പോൾ വി എന്ന് എഴുതും. ഇനി നമ്മൾ എന്താ എഴുതേണ്ടത്? സന്ദർശിക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? വിസിറ്റ് എന്നാണ്. അപ്പൊ വി വിസിറ്റ്. ഇനി എന്താണ് സന്ദർശിക്കാറുള്ളത്? പാർക്കാണ്. അപ്പൊ വി വിസിറ്റ് ദ പാർക്ക്. എപ്പോഴാണ് സന്ദർശിക്കാറുള്ളത്? എല്ലാ ഞായറാഴ്ചകളിൽ എന്നാണ് പറഞ്ഞത്. എവ്രി സൺഡേ എന്ന് പറയും. അപ്പോൾ വി വിസിറ്റ് ദ പാർക്ക് എവ്രി സൺഡേ എന്നായിരിക്കും നമ്മുടെ സെന്റൻസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ മുൻപത്തെ സെന്റൻസിലൊക്കെ സിംഗുലർ സബ്ജക്റ്റ് ആയപ്പോൾ, അതായത് പ്രവൃത്തി ചെയ്യുന്നത് ഒരാളായിരുന്നപ്പോൾ നമ്മൾ വേർബിന് എസ് ഓർ എസ് ആഡ് ചെയ്തു അല്ലെ. ഇവിടെ നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സ് ആയപ്പോൾ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ പ്രവൃത്തി ചെയ്യുന്നതായപ്പോൾ നമ്മൾ എന്താ ഇവിടെ എഴുതിയത്? വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എഴുതിയത്. അതായത് അതിന്റെ ബേസ് ഫോം, റൂട്ട് ഫോം ആണ് നമ്മൾ എഴുതിയത്. അപ്പൊ അത് മറക്കരുത്. പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? വേർബിന്റെ ബേസ് ഫോം എഴുതണം. മനസ്സിലായോ? അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്ന് എനിക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പൊ ഇവിടെ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഞാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഐ എന്ന് എഴുതും. ജോലി ചെയ്യുന്നു എന്ന് പറയാൻ വർക്ക് എന്ന് പറയും. അപ്പൊ ഐ വർക്ക്. ഇനി എവിടെയാണ് ജോലി ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ കമ്പനിയിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാ, അറ്റ് സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയും. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ വർക്ക് അറ്റ് സോഫ്റ്റ്വെയർ കമ്പനി എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മൾ മുൻപ് സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ വേർബിന്റെ കൂടെ എസ് ഓർ എസ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ സെന്റൻസിൽ നമ്മൾ എഴുതിയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിന് നമ്മളൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഐ പ്ലേസ്, ഐ വർക്ക്സ് എന്ന് നമ്മൾ പറയില്ല. ഐ വർക്ക്, ഐ പ്ലേ, അങ്ങനെയാണ് നമ്മൾ പറയാ. അപ്പൊ ഇപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ ഐയുടെ കൂടെ നമ്മൾ ഐ സബ്ജക്റ്റ് ആയി വരുമ്പോൾ നമ്മൾ ഒരിക്കലും വേർബിന് എസ് ഓർ എസ് ആഡ് ചെയ്യില്ല. മനസ്സിലായോ? നമ്മൾ വേർബിന്റെ ബേസ് ഫോം അല്ലെങ്കിൽ റൂട്ട് ഫോം ആണ് നമ്മൾ അവിടെ എഴുതുക. മനസ്സിലായോ? അപ്പോൾ ഐ വർക്ക് അറ്റ് സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സംശയം വരുന്ന ഒരു കാര്യമാണ് ഐ വർക്ക് ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് എഴുതിക്കൂടെയെന്ന്. അതും ശരിയാണ്. പക്ഷെ നമ്മൾ ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ മെയിൻലി അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ, കമ്പനിയിലെ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണോ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. ഇവിടെ ഞാൻ അറ്റ് യൂസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ട് പറയുന്നതാണ് നമ്മളത്. മനസ്സിലായോ? അപ്പൊ ഐ വർക്ക് അറ്റ് സോഫ്റ്റ്വെയർ കമ്പനി. നമ്മൾ ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ്, കമ്പനിയിലെ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിൽ എന്ന് നമ്മൾ കൂടുതൽ എംഫസിസ് കൊടുത്ത് പറയുമ്പോഴാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ ഞാനിവിടെ അറ്റ് യൂസ് ചെയ്തേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ സെന്റൻസുകളും സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകളായിരുന്നു. അപ്പോൾ ഈ ടെൻസിൽ നമ്മൾ കാണുന്ന സെന്റൻസുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചില ശീലങ്ങൾ, പിന്നെ നമ്മൾ പറയില്ലേ പ്രപഞ്ച സത്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ പറയാനാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യുക. അപ്പൊ ആകെ ആലോചിച്ച് വെക്കേണ്ടത് എന്താണ്? സിംഗുലർ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ വേർബിന് എസ് ഓർ എസ് ആഡ് ചെയ്യണം എന്ന് പഠിച്ചു. പ്ലൂറൽ സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതണം. പക്ഷെ ഐ സ്പെഷ്യൽ കേസാണ്. ഐ സിംഗുലർ ആണെങ്കിലും നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിന്റെ പോലെ തന്നെ വേർബ് എങ്ങനെയാണോ എഴുതുന്നത് അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അത് മാത്രമേ ഉള്ളൂ ഇതിൽ ഓർത്തിരിക്കാൻ. ഇനി നമുക്ക് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെന്റൻസുകളൊക്കെ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സെന്റൻസുകൾ നമ്മൾ നെഗറ്റീവ് ആക്കാൻ ഒന്നില്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ എപ്പോഴൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ഇല്ലേ, റോണി ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നുള്ള സെന്റൻസ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? റോണി വർക്ക്സ് ഇൻ എ ബാങ്ക്. ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? റോണി ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്ന് എനിക്ക് പറയണം. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? റോണി. അപ്പൊ ആദ്യം സബ്ജക്റ്റ് എഴുതി. ഇനി നമ്മൾ എഴുതേണ്ടത്
ഇനി നമ്മൾ എന്തെഴുതേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ അവിടുത്തെ വേർബാണ് നോക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇവിടെ വേർബ്? വർക്ക്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ വേർബിന് എസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എസ് ഉള്ളൊരു വാക്ക് തന്നെ വേണം ഇവിടെ ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മൾ ഡസ് എഴുതും, ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോട്ട് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കണം. അപ്പോൾ റോണി ഡസ് നോട്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും വേർബിന് എസ് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ഡസിന് ഓൾറെഡി ഒരു എസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും വേർബിന് എസ് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ റോണി ഡസ് നോട്ട് വർക്ക് ഇൻ എ ബാങ്ക്. അപ്പോൾ ഡസ് നോട്ടിനെ നമുക്ക് ഷോർട്ട് ആക്കി എങ്ങനെ പറയാം? ഡസൻറ്റ് എന്ന് പറയാം. അപ്പോൾ റോണി ഡസൻറ്റ് വർക്ക് ഇൻ എ ബാങ്ക് എന്നാവും സെന്റൻസ്. മനസ്സിലായോ? ഇനി ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നാണ് എനിക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ പറയും ഐ വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐ വരുമ്പോൾ പ്ലൂറൽ സബ്ജക്ട്സിന് വേർബിന് എസ് ഇല്ല. അതുപോലെ തന്നെയാണ് ഐയും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഐ വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയും. അപ്പൊ ഈ സെന്റൻസ് നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? അപ്പൊ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നുള്ള സെന്റൻസ് നെഗറ്റീവ് ആക്കാൻ ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയണം. നമ്മൾ എങ്ങനെ പറയും? നമ്മൾ സബ്ജക്റ്റ് എഴുതും, ഐ എന്ന് എഴുതും. പിന്നെ ഇവിടുത്തെ വേർബ് നോക്കാം, വേർബിന് എസ് ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? ഐ ഡു നോട്ട് വർക്ക് ഇൻ എ ബാങ്ക് എന്ന് പറയും. അപ്പൊ മുകളിലത്തെ സെന്റൻസിൽ എസ് ഓർ ഇസ് വേർബിന് ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യണം. ഇല്ലെങ്കിലോ നമ്മൾ ഡു നോട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഐ ഡു നോട്ട് വർക്ക് ഇൻ എ ബാങ്ക്. ഡു നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം എന്താണ്? ഡോണ്ട് ആണ്. അപ്പൊ ഐ ഡോണ്ട് വർക്ക് ഇൻ എ ബാങ്ക് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ ശരിക്കും നമ്മൾ ഗ്രാമർ വൈസ് നോക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ റോണി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാ നമുക്ക് കിട്ടിയതെന്ന് അറിയോ? റോണി ഡസ് വർക്ക് ഇൻ എ ബാങ്ക് എന്നാണ് ശരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ റോണി ഡസ് വർക്ക് ഇൻ എ ബാങ്ക് അങ്ങനെ നമ്മൾ പറയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് എന്നറിയോ? ഈ ഡസ് എന്നുള്ള വാക്ക് നമ്മൾ വേർബിന്റെ ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വേർബിന് ഡസിന്റെ എസ് കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? റോണി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്ന് നമുക്ക് കിട്ടിയത്. അപ്പോൾ റോണി ഡസ് വർക്ക് ഇൻ എ ബാങ്ക് എന്നുള്ള സെന്റൻസിൽ ഡസ് വർക്കിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ, അതായത് വേർബിന്റെ ബാക്കിലേക്ക് പോകുമ്പോൾ ഡസിന്റെ എസ് വേർബിന് കിട്ടി. അങ്ങനെയാണ് റോണി വർക്ക്സ് ഇൻ എ ബാങ്ക് എന്ന് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ സെക്കൻഡ് സെന്റൻസ് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്നുള്ള സെന്റൻസ് ഐ ഡു വർക്ക് ഇൻ എ ബാങ്ക് എന്നാണ് ശരിക്കും സെന്റൻസ്. പക്ഷേ നമ്മൾ അതെങ്ങനെ പറയില്ല. അങ്ങനെ നമ്മൾ സാധാരണ ഡു ഓർ ഡസ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ പറയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഡു എന്നുള്ള വാക്ക് വേർബിന്റെ ബാക്കിലേക്ക് പോകും. അപ്പൊ ഇവിടെ ഡുവിന് പ്രത്യേകിച്ച് എസ് ഒന്നും ഇല്ല. അപ്പൊ ഡു വേർബിന്റെ ബാക്കിലേക്ക് പോയപ്പോൾ ഡു ഇൻവിസിബിൾ ആയി തന്നെ പോയി, ഡുവിനെ കാണാതെ തന്നെയായി. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്ക് ഐ വർക്ക് ഇൻ എ ബാങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഒരു സെന്റൻസ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ആലോചിച്ച് വെക്കാം. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് ടീന ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഇതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? ടീന എന്ന് എഴുതാം. ഇവിടെ വേർബ് എങ്ങനെയാണ്? ഗോസ് എന്നാണ്. വേർബിന് എസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡസ് നോട്ട് യൂസ് ചെയ്യും. ടീന ഡസ് നോട്ട്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ഗോസ് എന്നല്ല എഴുതേണ്ടത്, ഗോ എന്നാണ്. ടീന ഡസ് നോട്ട് ഗോ ടു സ്കൂൾ എവറി ഡേ എന്ന് പറയും. അപ്പോൾ ടീന ഡസൻറ്റ് ഗോ ടു സ്കൂൾ എവറി ഡേ എന്ന് നമുക്ക് സെന്റൻസ് കിട്ടും. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് സെന്റൻസ് വി സ്റ്റഡി ടുഗെദർ എവറി ഡേ. ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് പഠിക്കാറുണ്ട്. ഇതെങ്ങനെ നമ്മൾ നെഗറ്റീവ് ആക്കും? വി ഡു നോട്ട്. എന്തുകൊണ്ടാണ് ഡു നോട്ട്? ഇവിടെ വേർബിന് എസ് ഇല്ല. വി ഡു നോട്ട് സ്റ്റഡി ടുഗെദർ എവറി ഡേ എന്ന് പറയും. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് പഠിക്കാറില്ല എന്ന് നമുക്ക് പറയാം. പഠിക്കാറുണ്ട് എന്നുള്ളത് പഠിക്കാറില്ല എന്നാവും. മനസ്സിലായോ? നെക്സ്റ്റ് സെന്റൻസ് വി വിസിറ്റ് ദ പാർക്ക് എവറി സൺഡേ. എങ്ങനെ പറയും? വി ഡു നോട്ട് വിസിറ്റ് ദ പാർക്ക് എവറി സൺഡേ എന്ന് പറയാം. ദേ പ്ലേ ബാസ്കറ്റ്ബോൾ ആഫ്റ്റർ സ്കൂൾ. ദേ ഡു നോട്ട് പ്ലേ ബാസ്കറ്റ്ബോൾ ആഫ്റ്റർ സ്കൂൾ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദേ ഡോണ്ട് പ്ലേ ബാസ്കറ്റ്ബോൾ ആഫ്റ്റർ സ്കൂൾ എന്ന് പറയാം. ഐ വർക്ക് അറ്റ് എ സോഫ്റ്റ്വെയർ കമ്പനി. അപ്പൊ ഇവിടെ നമ്മൾ എന്താ എഴുതേണ്ടത്? ഐ എന്ന് എഴുതാം. ഇനി ഇവിടെ വേർബിന് എസ് ഉണ്ടോ? വർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പൊ വേർബിന് എസ് ഇല്ല. അപ്പൊ നമ്മൾ ഐ ഡു നോട്ട് വർക്ക് അറ്റ് എ സോഫ്റ്റ്വെയർ കമ്പനി. സോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഐ ഡോണ്ട് വർക്ക് അറ്റ് എ സോഫ്റ്റ്വെയർ കമ്പനി എന്ന് പറയും. മനസ്സിലായോ?
അപ്പോൾ ഇപ്പൊ നമ്മൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് എപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. അതായത് ഡോണ്ടും ഡസന്റ് എപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് ഡിഡ് നോട്ട് എപ്പോഴാണ് യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഡിഡ് നോട്ടിനെ നമുക്ക് ഷോർട്ടാക്കി എങ്ങനെ പറയാം? ഡിഡന്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ടെന്നീസ് കളിച്ചു. അപ്പൊ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞ ബുധനാഴ്ച നടന്ന കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ കളിച്ചു, പഠിച്ചു എന്നൊക്കെ പറയാൻ ഈസിയാണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേർബിന്റെ സെക്കൻഡ് ഫോം എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ഐ. അപ്പൊ ഞാനാണ് കളിച്ചത്. അപ്പൊ നമ്മൾ ആദ്യം സബ്ജക്റ്റ് എഴുതി, ഐ എന്ന് എഴുതി. കളിച്ചു എന്ന് പറയാൻ പ്ലേ എന്നുള്ള വേർബിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ഇഡി ആഡ് ചെയ്തപ്പോൾ സെക്കൻഡ് ഫോം ആയി. ഐ പ്ലേഡ് വാട്ട്. എന്താണ് കളിച്ചത്? ടെന്നീസ്. എപ്പോഴാണ് കളിച്ചത്? കഴിഞ്ഞ ബുധനാഴ്ച. ലാസ്റ്റ് വെൻസ്ഡേ എന്ന് പറയും. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും വെനസ്ഡേ എന്നല്ല പറയേണ്ടത്, വെൻസ്ഡേ. ഓക്കെ, അങ്ങനെയാണ് പറയാ. അപ്പൊ എന്തായി നമ്മുടെ സെന്റൻസ്? ഐ പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ എന്നായി. ഇനി ഇതേ സെന്റൻസ് നമുക്ക് ഇനി പറയണമെന്ന് വിചാരിക്കുക. ഇനി നമുക്കിത് നെഗറ്റീവ് ആക്കണം. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ടെന്നീസ് കളിച്ചു എന്ന് പറയുന്ന സെന്റൻസ് നമ്മൾ നെഗറ്റീവ് ആക്കാൻ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ ടെന്നീസ് കളിച്ചില്ല എന്ന് നമുക്ക് പറയണം. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ നമ്മൾ എങ്ങനെ പറയാ? അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സബ്ജക്റ്റ് ആദ്യം എഴുതാ. ഇനി നമ്മൾ കളിച്ചില്ല, ചെയ്തില്ല എന്നൊക്കെ പറയാൻ നമ്മൾ ഡിഡന്റ് എന്നുള്ളൊരു വാക്കാണ് യൂസ് ചെയ്യേണ്ടത്. ഡിഡ് നോട്ടിന്റെ കോൺട്രാക്റ്റഡ് ഫോം ആണ് ഡിഡന്റ് എന്നുള്ളത്. അപ്പൊ ഐ ഡിഡന്റ് പ്ലേ ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ എന്ന് വരും. അപ്പൊ ഏത് സബ്ജക്റ്റ് വന്നാലും നമ്മൾ ഡിഡന്റ് എഴുതിയാൽ മതി. ഐ ഡിഡ് പ്ലേ ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ എന്ന് നമുക്ക് പറയാം. ഇനി ഇത് ഷീ വെച്ചിട്ട് പറയണമെങ്കിലോ നമ്മൾ എങ്ങനെ പറയും? ഷീ പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ. ഷീ ഡിഡ്ന്റ് പ്ലേ ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ. ഹി പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ. ഹി ഡിഡ്ന്റ് പ്ലേ ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ. അങ്ങനെ നമുക്ക് ഏത് സബ്ജക്റ്റ് വന്നാലും, ഇപ്പൊ ദേ ആണെങ്കിലും ദേ പ്ലേഡ് ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ, ദേ ഡിഡ്ന്റ് പ്ലേ ടെന്നീസ് ലാസ്റ്റ് വെൻസ്ഡേ, എല്ലാത്തിനും ഡിഡ്ന്റ് തന്നെ യൂസ് ചെയ്താൽ മതി. കാരണം നമ്മൾ പാസ്റ്റിലെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായോ? നേരത്തെ സെന്റൻസിലൊക്കെ കളിക്കുന്നു, അതുപോലെ തന്നെ കളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയത് നെഗറ്റീവ് ആക്കിയത്? കളിക്കുന്നില്ല അല്ലെങ്കിൽ കളിക്കാറില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ പറഞ്ഞത് കളിച്ചില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് ഡിഫറൻസ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഡ് നോട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ വേർബ് എങ്ങനെയാണോ അങ്ങനെ തന്നെ എഴുതാം. വേർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. വേർബ് ഏതാണോ അതിന്റെ റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി എനിക്ക് പറയണമെന്ന് വിചാരിക്കേ, ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്ക് പോയി. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അപ്പോൾ ഇവിടെ ആരാണ് പോയത്? ഞാൻ. അപ്പൊ ഐ എന്ന് എഴുതും. ഇനി പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടത്? ഗോയുടെ സെക്കൻഡ് ഫോം എന്താണ്? വെന്റ് എന്നാണ്. അപ്പൊ ഐ വെന്റ് ടു ദ മാർക്കറ്റ്. എവിടേക്കാണ് പോയത് എന്ന് എഴുതാം. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. എപ്പോഴാണ് പോയത്? ഇന്നലെയാണ്. അപ്പൊ യെസ്റ്റർഡേ. ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ എന്നാവും നമുക്ക് സെന്റൻസ്. ഇതേ സെന്റൻസ് ഇവിടെ എന്താ അർത്ഥം പറഞ്ഞത്? ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇതേ സെന്റൻസ് എങ്ങനെ നെഗറ്റീവ് ആക്കും? ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്ക് പോയില്ല എന്ന് നമുക്ക് പറയണം. നമ്മൾ എങ്ങനെ പറയാ? ഐ ഡിഡന്റ് ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഗോ വന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യത്തെ സെന്റൻസിലെ ഐ വെന്റ് ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്? വേർബിന്റെ ഫസ്റ്റ് ഫോമിലാണ് എഴുതേണ്ടത്. വേർബ് ഏതാണോ അതിന്റെ റൂട്ട് ഫോം അല്ലെങ്കിൽ ബേസ് ഫോമിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഐ ഡിഡന്റ് ഗോ. ഗോയുടെ സെക്കൻഡ് ഫോം ആണ് വെന്റ്. ഐ ഡിഡന്റ് ഗോ ടു ദ മാർക്കറ്റ് യെസ്റ്റർഡേ എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ ഒരു ചോക്ലേറ്റ് കഴിച്ചു. ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഐ ഏറ്റ് എ ചോക്ലേറ്റ് യെസ്റ്റർഡേ എന്ന് പറയും. ഇതേ സെന്റൻസ് നമ്മൾ എങ്ങനെ നെഗറ്റീവ് ആക്കും? ഞാൻ ഇന്നലെ ഒരു ചോക്ലേറ്റ് കഴിച്ചില്ല എന്ന് നമുക്ക് പറയണം. എങ്ങനെയായിരിക്കും നമ്മൾ പറയാ? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.